ഹലോ. ഓ ഹലോ ശ്രീനന്ദ, ഫൈനലി നീ കോൾ എടുത്തല്ലോ. നിനക്ക് മനസ്സിലായോ എന്നെ? മനസ്സിലായി കാർത്തിക്. ഞാൻ നിന്നെ എത്ര തവണ കോൾ ചെയ്തെന്നോ, ബട്ട് നിന്റെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. നീ എന്തിനായിരുന്നു എന്നെ വിളിച്ചത്? അതെനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണം. ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്. സീരിയസ് ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്താ ഇപ്പോൾ പറ. തൽക്കാലം നീ ഇത്രയും അറിഞ്ഞാൽ മതി. നിന്റെ ആ പഴയ കോളേജ് ലവ് ഇല്ലേ, ആ റാം, അവനെ നീ ഒന്ന് സൂക്ഷിക്കണം. അവന്റെ മുന്നിൽ പോയി പെടാതിരിക്കാൻ നോക്കണം. ഓൾറെഡി ഞാൻ പോയി പെട്ടു. അത് നീ എന്തേ കാണിച്ചത്? ആഹാ, നിനക്ക് ദേഷ്യം വന്നോ? അവന്റെ കൂടെ നിന്ന് എന്നെ ചതിച്ചതല്ലേ നീ? വീണ്ടും അവന്റെ കൂടെ നിന്ന് എന്നോട് പക വീട്ടാനാണോ രണ്ടിന്റെ ഉദ്ദേശം? അങ്ങനെ വല്ലതും ആണ്. ഇപ്പോൾ നിന്റെ മൊബൈൽ മാത്രമേ ഞാൻ വലിച്ചെറിഞ്ഞുള്ളൂ. ഇനി നിന്നെയും അവരെ ഇതുപോലെ താഴെക്കഴിഞ്ഞാൽ. ഏത് നേരത്താണ് അവന് ഫോട്ടോ നോക്കാൻ തോന്നിയത്? ഏത് നേരത്താണ് അവനെ വിളിക്കാൻ തോന്നിയത്? ഏത് നേരത്താണോ റോബിനെ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? എനിക്ക് 8 പണി തന്നിട്ട് നടന്നു പോകുന്നത് കണ്ടില്ലേ? നന്ദ, അമ്മേ, പ്ലീസ് എന്നെ താഴെ ഇടല്ലേ. എനിക്കിങ്ങനെ മരിക്കണ്ട. അയ്യോ, നന്ദു എവിടെ? ഫോൺ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. വിട്, സമ്മതിക്കില്ല ഞാൻ. എന്തോ ഇങ്ങ് വന്നേ. വിട് എന്നെ. അവരെന്താ അങ്ങനെ നിൽക്കുന്നേ? നിങ്ങളുടെ അനിയൻ ടെക്സ് ലവർ ഉണ്ട് നന്ദു, അറിയില്ലേ അത്? ഇല്ലായിരുന്നു. അവന് കോളേജിൽ വെച്ച് ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു എന്നറിയാം. പക്ഷെ അത് നിന്റെ നന്ദു ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ അറിഞ്ഞില്ലേ? നീ എന്റെ വിട്ടെ. നീ ഇങ്ങ് വന്നേ. അവർക്ക് കുറച്ച് പ്രൈവസി കൊടുക്ക്. വാ. എന്ത് പ്രൈവസി? നന്ദുവിന്റെ കൊങ്ങയ്ക്ക് കയറി പിടിക്കാനോ? നീ ഇങ്ങ് വന്നേ. മാറി നിൽക്ക്. എന്റെ തലയ്ക്ക് സുഖമില്ലേ? ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ? നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അത് തന്നെയല്ലേ നിനക്കും വേണ്ടത്? അതെ. വീട് സൂര്യ സാർ എന്നെ വിടില്ല. അവരവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ പറഞ്ഞു തീർക്കണ്ട. പറഞ്ഞു തീർക്കണം. പോടോ. പോണോന്നോ? പോടാ, സമ്മതിക്കില്ല ഞാൻ. നീ പോടി. പോടാ. ആഹാ, പോവാ ഞാൻ. എന്റെ നന്ദു കൊന്നാവോ? നന്ദു, എടി റാം സാർ നിന്നെ എന്തിനാ ഹക്ക് ചെയ്തത്? എന്റെ ഫോൺ അവൻ താഴെ ഇട്ട് പൊട്ടിച്ചു. സാരമില്ല, നിന്നെ താഴെ കറിയാൻ ഞാൻ ഭാഗ്യം. ഫോണല്ലേ, നമുക്ക് വേറെ മേടിക്കാം. എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ആദി സാറ് നീ എവിടെ പോയാലും പുറകെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? സാറാണോന്ന് അറിയില്ലല്ലോ. അതാ പറയുന്നേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് നൈറ്റ് അല്ലല്ല, നാളെ നൈറ്റ് നീ എവിടെയെങ്കിലും ബീച്ചിലോ അതോ നീ പോകാറുള്ള ഏതെങ്കിലും പ്ലേസിൽ പോണം. അത് ഒറ്റയ്ക്ക്. ഞാൻ നിന്റെ പിന്നാലെ എവിടെയെങ്കിലും കാണും. ഞാൻ സാറ് തന്നെയാണോ എന്ന് നോക്കാം. നോക്കാം. ചേട്ടാ, എനിക്ക് ഇവിടെ പണിയും തന്നിട്ട് നീ നിന്റെ കാമുകിയോട് ചൊല്ലാൻ പോയല്ലേ? ഡീഡി, നീ എന്ത് വിളിക്കാവോ ചേട്ടനെ? പ്രായത്തിനെ ബഹുമാനിക്കണം എത്ര തവണ പറഞ്ഞു തന്നു? സോറി. ഇനി ആവർത്തിക്കരുത്. ഓ ശരി, ഞാൻ നാളെ ആദ്യഘട്ടന്റെ അടുത്ത് പോകും. ഇവിടെ എനിക്ക് മടുത്തു. 2 ദിവസം ആയുള്ളൂ, അപ്പോഴേക്കും മടുത്തോ നീ? മടുത്തു. 5 ദിവസം കൂടെ കഴിഞ്ഞ് ഞാൻ വീണ്ടും കോളേജിൽ പോകും. എന്നിട്ടും അടുത്ത സസ്പെൻഷനും കൂടെ വാങ്ങും. ഏട്ടാ, അവൾക്ക് ഞാൻ ഒരു പണി കൊടുക്കുന്നുണ്ട്.
എന്നോട് ചെയ്തതൊന്നും മറക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. അതിപ്പോ ആരാണേലും കോളേജിൽ വെച്ച് നീ ഞാനൊന്നും ചെയ്യുന്നില്ല. ഇനിയെല്ലാം കോളേജിന്റെ വെളിയിൽ വെച്ച്. പൊന്നോ മോളെ, വേണ്ടാത്ത പണി കാണിച്ചാൽ ഞാൻ തന്നെ നിന്റെ പഠിപ്പ് നിർത്തും. അപ്പോൾ എന്റെ നിരപരാധിത്വം തെളിയിക്കണ്ടെന്നാണ് ഏട്ടൻ പറയുന്നത്. നിന്നെ അറിയാവുന്ന എല്ലാവർക്കും നീ ഒരു തെറ്റും ചെയ്തില്ലെന്ന് അറിയാലോ. പിന്നെ എന്തിനാ? നിനക്കൊരു സസ്പെൻഷൻ അല്ലേ കിട്ടിയുള്ളൂ. മറ്റേ കൊച്ചിന്റെ കൈയല്ലേ ഒടിഞ്ഞേ. അപ്പം നഷ്ടം ആർക്കാ? അത് ശരിയാ. പക്ഷെ കിഷോറിനെന്താ? സാർ എന്നെ വിശ്വസിച്ചില്ലെന്നേ. അതിപ്പോ സാറിന്റെ സ്റ്റുഡൻസ് എല്ലാം ഒരുപോലെയല്ലേ. കിഷോർ നോക്കുമ്പോൾ നിങ്ങൾ 2 സ്റ്റുഡൻസ് അടി ഉണ്ടാക്കി. സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നിന്റെ ഭാഗത്താ തെറ്റ്. സാറിന്റെ സ്റ്റുഡൻസ് എല്ലാം ഒരുപോലെയാണോ? അപ്പോ ഞാൻ സാറിന് വെറും ഒരു സ്റ്റുഡന്റ് മാത്രമാണോ? ഹലോ, എന്താ ഇണക്കത്തിലാണോ? നിനക്ക് നിന്റെ നന്ദു അല്ലേ വലുത്. നമ്മളെ പിണങ്ങിയാലോ ദേഷ്യപ്പെട്ടാലോ ആർക്കും എന്ത് കുഴപ്പം? പൊന്നു സൂര്യ സാർ, നന്ദുവിന്റെ പേര് പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കല്ലേ. ഞാനൊന്നും വഴക്കുണ്ടാക്കിയില്ല. നിന്റെ നന്ദുവും റാമും നിന്റെ ഇഷ്ടത്തിലായ നിനക്കും നന്ദുവിനും ഒരു വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാം. അത് ശരിയാണല്ലേ. പക്ഷേ എന്റെ കയ്യിൽ വേറൊരു പ്ലാൻ ഉണ്ട്. അതെന്ത് പ്ലാൻ? ഞാനത് പറയാനല്ല വിളിച്ചത്. എന്റെ അച്ഛൻ വിളിച്ചായിരുന്നോ? അപ്പയെ വിളിച്ചു. എൻഗേജ്മെന്റിന്റെ ഡേറ്റ് പറഞ്ഞു. നീ എന്തെടുക്കുവോ? ഞാൻ വെറുതെ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഓഫീസിൽ ഒരു റൂമേഴ്സ് ഉണ്ടല്ലോ, സൂര്യസാറിനെ കേട്ട് പ്രായം കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാത്തതിന്റെ ഡിപ്രഷൻ ആണെന്ന്. അത് സത്യമാണോ സാർ? നിനക്ക് എന്ത് തോന്നുന്നു? അത് ശരിയാണെന്ന് തോന്നുന്നു. അതെന്നാ? സാറിനിപ്പോ 31 വയസ്സില്ലേ? എനിക്ക് 24 ആയിട്ടുള്ളൂ. അതുകൊണ്ട് നിനക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സമ്മതക്കുറവുണ്ടോ? അങ്ങനെയല്ല സാർ ഞാൻ പറഞ്ഞത്. എന്റെ അച്ഛനും അമ്മയും തമ്മിൽ ഇതിൽ കൂടുതൽ ഏജ് ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. സാർ എന്താ കെട്ടാതിരുന്നേ? കല്യാണം കഴിക്കാനുള്ള ടൈം ആയതേ ഉള്ളൂ. കല്യാണം കഴിക്കുന്നത് അത്ര നിസ്സാര കാര്യമാണോ എന്തു? എന്റെ ലൈഫിൽ ഒരാളെ കൂടെ കൂട്ടാൻ എനിക്ക് നിന്നെ കാണുന്നവരെ തോന്നിയിട്ടില്ല. എന്നെ കണ്ടതിന് ശേഷമാണ് ഈ മാരേജ് എന്ന കൺസെപ്റ്റ് ഒക്കെ എന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയത്. അതെന്താ? എന്ത് സ്പെഷ്യാലിറ്റി എനിക്കുള്ളത്? I don't know. But നീ എന്ത് ക്യൂട്ടാണെന്ന് അറിയാമോ? നീ സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. ആണല്ലേ സാർ? എടാ ചേട്ടനെ നോക്കിക്കും. ഈ സാറെന്നുള്ള വിളി മാറ്റെന്തും? ചേട്ടാ എന്ന് വിളിക്കട്ടെ? അത് വേണ്ട, കുഞ്ഞു വിളിക്കുന്നത് പോലെ തോന്നുന്നു. കഴിക്കാൻ തരാമോ മേഡം? വരാം. ഞാൻ പോവാണേ. ഗുഡ് നൈറ്റ്. പോടാ. ഇനി 4 ദിവസം കൂടെ. സാർ ബെല്ലടിച്ചു, പോണില്ലേ? സാറിന് വലിയ ഉഷാറില്ലല്ലേ? താരയില്ലാത്തത് കൊണ്ടാണോ? അതേന്ന് തോന്നുന്നു. അപ്പോൾ റെഡിയല്ലേ? യെസ്. അതേതാ ക്യാമറ? നീ അത് ഇപ്പോഴാണോ ശ്രദ്ധിക്കുന്നത്? അത് നേരത്തെ തൊട്ടുള്ളതാണല്ലോ. നേരത്തെ തൊട്ടോ? ഞാനിവിടെ വന്ന ഇടയ്ക്ക് തൊട്ടുള്ളതാ. നീ കേറ്. നിനക്ക് പേടിയുണ്ടോ? ഞാൻ പുറകെ തന്നെയുണ്ട്, പേടിക്കണ്ടാട്ടോ. പേടിയൊന്നുമില്ല. അല്ലേലും കൂടെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആളുള്ളപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തിനായിരിക്കും എന്റെ കാര്യത്തിൽ ഇത്രയും കെയർ കാണിക്കുന്നത്? Oh my God, it's him.
ഹായ് സാർ. സാറെന്താ ഇവിടെ? ആക്ച്വലി ഞാൻ എന്താ സാറ് നിന്ന് പരങ്ങുന്നത്? നന്ദു, ഞാൻ കാറിലുണ്ട്. നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. എന്നെ രക്ഷിച്ചത് സാറ് തന്നെയല്ലേ? എവിടെ നിന്ന് രക്ഷിച്ചെന്നാണ് ഈ പറയുന്നത്? ഈ സൂപ്പർ ഹീറോ ഒന്നും അല്ല ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ. എന്നെ എങ്ങനെ അറിയാം? കമ്പനിയിലെ സ്റ്റാഫ് ആയതുകൊണ്ട് അറിയാം. എന്തിനായിരുന്നു എന്റെ പിറകെ എങ്ങനെ നടന്നത്? എക്സ്ക്യൂസ് മീ, ഞാൻ ഇയാളുടെ പിറകെ നടന്നതൊന്നുമല്ല. ഞാൻ പോകുന്നിടത്തെല്ലാം താനുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എ കോയിൻസിഡൻസ്. എന്നെ രക്ഷിച്ചത്, എന്റെ പിന്നാലെ 3 വർഷം നടന്നത്, എന്നെ കുറിച്ച് എല്ലാം അറിയാവുന്നത് എല്ലാം വേറെ ഒരു കോയിൻസിഡൻസ് ആണോ? ലിസൺ, ഇതെല്ലാം നിന്റെ ഒരു തെറ്റിദ്ധാരണകൾ മാത്രമാണ്. നിന്നെ എനിക്ക് അറിയാവുന്നത് നീ ഒരു സ്റ്റാഫ് ആയതുകൊണ്ട് മാത്രമാണ്. നിന്റെ പുറകെ നടന്നു എന്ന് നീ പറയുന്നത് അത് ഞാനല്ല. നിന്നെ വെള്ളത്തിൽ നിന്ന് എടുത്ത് രക്ഷിച്ചതും ഞാനല്ല. ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ രക്ഷിച്ചത് എങ്ങനെയാണെന്ന്. നിങ്ങൾ എന്തൊക്കെയാ മറയ്ക്കുന്നുണ്ട്? എന്തിനാ ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എല്ലാം എനിക്ക് അറിയണം. എന്നെ കുറിച്ച് ഇനി എന്തൊക്കെ അറിയാം? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? പറയാതെ സാറിന് ഞാൻ ഇവിടുന്ന് വിടില്ല. നീ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫാണ്. കുറച്ച് ഫ്രീഡം തന്നു എന്ന് കരുതി മിസ്യൂസ് ചെയ്യരുത്. ഒരു സ്റ്റാഫിനെ പോലെ ബിഹേവ് ചെയ്യുക. സ്റ്റാഫ് നോക്ക്, ഇനി എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. ഓൾറെഡി എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. എനിക്കെല്ലാം ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അടുത്തൊന്ന് തോന്നുമ്പോൾ വീണ്ടും ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോഴവിടെ എന്നെ രക്ഷിക്കാനായി വരണ്ട. നീ കരഞ്ഞോ? അതിന് മാത്രം എന്താ അവിടെ ഉണ്ടായേ? I can't control my emotions in front of him. ഹിന്ദു സാർ അല്ല അത്. അങ്ങനെ ഒരാളില്ല. ഞാൻ അങ്ങനെ വിശ്വസിച്ചോളാം. എന്താടി, എന്താ പറ്റിയേ? എനിക്കറിയില്ല. നിനക്ക് ആദ്യ സാറിനോട് എന്തെങ്കിലും? നോ, എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു, എന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല സാറെല്ലാം മറച്ചു വെക്കുന്നു. ഒന്നും കൂടി ഒന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ പറഞ്ഞാലോ? ഇല്ല, അയാൾ പറയില്ല. എന്റെ ഫീലിങ്സ് നിന്നെ അറിയിക്കാറായിട്ടില്ല നന്ദ. പക്ഷെ നിന്നെ പോലെ ത്യാഗം സഹിക്കാൻ ഇനി എനിക്ക് കഴിയില്ല. നിന്നെ ഇനി ആർക്കും ഞാൻ വിട്ടു കൊടുക്കത്തുമില്ല. റാമിന് ഞാൻ ഒരു ചാൻസ് കൊടുത്തതാ, ഇനിയില്ല. നിർത്തുക ഈ മറച്ചു വെച്ചുള്ള ആക്ടിങ് എല്ലാം. നന്ദു, എന്റെ എൻഗേജ്മെന്റിന് ഞാൻ നിന്റെ സിസ്റ്ററിനെ കൂടെ വിളിച്ചോട്ടെ? വിളിച്ചു. ഹായ്, ഫോൺ താ. ഫോൺ പൊട്ടിപ്പോയില്ലേ? നമുക്ക് നാളെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ മേടിക്കാം. അതിന് എനിക്ക് ലീവ് തന്നാലല്ലേ എൻ്റെ കൂടെ വരാൻ പറ്റൂ. സാരമില്ല, ഞാൻ സൂര്യ സാറിനോട് പറഞ്ഞു ലീവ് മേടിച്ചു തരാം. സിസ്റ്ററിന്റെ നമ്പർ പറ. 9876. പക്ഷേ നന്ദ സമ്മതിച്ചോ ചേച്ചി? സമ്മതിച്ചല്ലോ. നന്ദു പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. നന്ദേച്ചി പറഞ്ഞിട്ടോ? അതല്ലോ. ശ്രീബാല വരണം കേട്ടോ. നാളെ എൻഗേജ്മെന്റിന്റെ ഷോപ്പിങ്ങിനും പോകുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. ശ്രീബാലയ്ക്ക് വരാൻ പറ്റുവാണെങ്കിൽ വരാവോ? വരാൻ ചേച്ചി. വരാ എന്ന് പറഞ്ഞു. നാളെ ഷോപ്പിങ്ങിനും വരുന്നുണ്ട്. ഷോപ്പിങ്ങിനോ? റാമും കാണില്ലേ? പിന്നെ കാണില്ലേ? ശ്രീബാലയും റാമും നേരിട്ട് കാണട്ടെ. ഞാൻ വന്നാ ശരിയാകോ? ഞാൻ കാരണോ ശ്രീറാമിനെ വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഞാനും കൂടെ അവിടെ ഉണ്ടെങ്കിൽ എന്റെ പൊന്നു നന്ദു, റാം സാറ് ശ്രീബാല ഒന്നിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? അതേപോലെ നിങ്ങൾ 2 സിസ്റ്റേഴ്സ് ഒന്നിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതെന്തായാലും നടന്നതുവാ. നീ ഭയങ്കര സാധനമാടി. നീ ഒരു ദുഷ്ടയാടി. പാവം ബാലക്കൊച്ച്. ഞാൻ ദുഷ്ടയാ. അയ്യോടാ, ചൊച്ചൊരു ചുമ പറഞ്ഞല്ലേ. ഞാൻ പോയി സൂര്യ സാറിനെ സോപ്പിട്ടിട്ട് വരാതെ. ഹായ്, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇതെന്താ ഈ ഫയൽസ് മൊത്തം നിനക്ക് നോക്കാൻ തന്നതാണോ? അതെന്നെ, എന്നെ കൊണ്ട് പണി എടുപ്പിക്കുകയെ ചേട്ടൻ. ചേച്ചി, നാളെ കിഷോർ സാർ വരില്ലേ? ചേട്ടൻ വരാൻ ചാൻസ് ഇല്ല, നാളെ ക്ലാസ് ഉള്ളതല്ലേ.
മേ കമിൻ സാർ? ഞാനങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു. കണ്ടോ, സാർ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഞാൻ മാനത്ത് ചിന്തിക്കും. നന്ന കാര്യം പറ, ചുമ്മാതൊന്നും വരില്ലല്ലോ. അത് പിന്നെ ഇല്ല നന്ദു. ആ, എനിക്ക് തോന്നി നന്ദുവിന്റെ കാര്യം പറയാൻ വന്നതായിരിക്കും. അത് പിന്നെ നാളെ നമ്മളെല്ലാവരും ഷോപ്പിങ്ങിന് പോകുക. അപ്പോൾ നന്ദു എൻ്റെ കൂടെ വേണം. റാം സാറ് നന്ദുവിന് ലീവ് കൊടുക്കില്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ട് സാറൊന്ന് ലീവ് ശരിയാക്കി കൊടുക്കാമോ? ലീവൊക്കെ സെറ്റാക്കാം, പക്ഷേ ഇത്രയും വലിയ ഉപകാരമൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്താണ് നേട്ടം? നന്ദി, നീ വേറെ വല്ലവർക്കും കൊണ്ടുപോയി കൊടുക്കാം. എനിക്ക് എന്തെങ്കിലും സ്വീറ്റ് ആയിട്ട് തന്നിട്ട് വയ്ക്കും. ചേട്ടൻ വരുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ വയ്ക്കൂ. താര ചോദിച്ചിരുന്നു കിഷോർ സാർ വരുമോ എന്ന്. ഒരുപാട് നേരമായോ വന്നിട്ട്? ഇല്ല, ഇപ്പോൾ ഇന്ന് വന്നേ ഉള്ളൂ. എല്ലാരും വന്നില്ലേ? നമുക്ക് അങ്ങോട്ട് മാറിയാലോ? നിങ്ങളെ പറ്റും, എന്റെ ഫ്രണ്ട് വന്നില്ല. ഫ്രണ്ട് കൂടെ വന്നിട്ട് ഞാൻ വന്നോളാം. ദേ വന്നു. നമുക്കെന്നാൽ അവൾ എന്ന് മുതലാ നിന്റെ ഫ്രണ്ട് ആയത്? ശ്രീബാല എന്ന് മുതലാ നിന്റെ ഫ്രണ്ട് ആയത് എന്ന്? Everything more than you could ever imagine. അപ്പോ സാറ് വരില്ല. ഹലോ, ഇയാളെന്താ ഇവിടെ? ഇന്ദുവിന്റെ ഫ്രണ്ട് ആണോ? ഞാൻ നന്ദയുടെ ഫ്രണ്ടാ. അല്ല, എന്റെ സിസ്റ്ററാണ്. ഓ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ? സൂര്യൊക്കെ എവിടെ ഇന്ദു? അവര് ജെൻ സെക്ഷനിലുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് പോകുക. പോവാണോ കിച്ചേട്ടാ? എന്താ വിളിച്ച? കിച്ചേട്ടാന്ന്. ഇതിപ്പോ കോളേജ് ഒന്നും അല്ലല്ലോ. ഇത് കോളേജ് അല്ലെങ്കിലും ഞാൻ നിന്റെ സാറാണ്. കിച്ചേട്ടൻ അപ്പോൾ എന്റെ സാറ് മാത്രമാണോ? ഞാൻ നിങ്ങൾക്ക് വെറും സ്റ്റുഡന്റ് മാത്രമാണോ? സ്റ്റുഡന്റ് മാത്രമാണോ എന്ന്? സ്റ്റുഡന്റ് മാത്രമാണെങ്കിൽ എന്തിനാ എന്നെ പിന്നെ കിസ് ചെയ്തത്? എന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കിസ് ചെയ്തതെന്നാണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്താ എന്റെ ഫീലിങ്സ് വെച്ച് കളിക്കുവാണോ? താര, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ആ, വാ. എങ്ങോട്ട്? ഇത് ലേഡീസിന്റെ ട്രയൽ റൂം അല്ലേ? For what? താര, നീ കളിക്കല്ലേ, മാറി നിൽക്ക്. ഈ സിബ് ഒന്ന് ഒരുക്കി. വാട്ട്? നിനക്കെന്താ? നിനക്ക് നാണോ മാനോ ഒന്നും ഇല്ലേ? ഞാൻ നിന്റെ സാറാണ്. സാറന്മാരൊക്കെ ഇങ്ങനെ കുട്ടികളോട് അവരെയൊക്കെ പിടിച്ച് കിസ് ചെയ്യാറാണോ പതിവ്? മാറി നിൽക്കങ്ങോട്ട്. ഞാൻ ഒച്ച വെക്കുവേ. എന്നെ എന്തിനാ കിസ് ചെയ്തേ?
നീ ഇതെന്തിനുള്ള പുറപ്പാടാ? ഞാൻ കിച്ചേട്ടന് വെറും ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണോ? എന്നോട് കാണിക്കുന്നത് പോലെ വേറെ സ്റ്റുഡൻസിനോട് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എന്നോട് എന്തോ സ്പെഷ്യൽ ഫീലിങ്സ് ഇല്ലേ? ഉണ്ട്. എങ്കിൽ പിന്നെ തുറന്നു പറഞ്ഞോടെ. നീ ആദ്യം സസ്പെൻഷൻ കിട്ടി വീട്ടിലിരിക്കുന്ന പരിപാടിയൊക്കെ മാറ്റും, എന്നിട്ട് പഠിക്കും. സ്റ്റഡീസിന്റെ കാര്യത്തിൽ സാറ് ടെൻഷൻ ആകണ്ട, അതൊക്കെ ഞാൻ നന്നായി നോക്കിക്കോളാം. എന്താ ആദ്യമായി കിസ് ചെയ്യുന്നത് പോലെ നോക്കുന്നത്? നിനക്ക് കിസ് ചെയ്യാൻ അറിയില്ല. It's okay. Let's start the lesson then. Practice makes perfect, right? So let's practice. வசீகரா என் நெஞ்செனிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்க உன் ஜென்மங்களின் ஏக்கங்கள் தீரும் வசீகரா என் நெஞ்செனிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்க உன் ஜென்மங்களின் ஏக்கங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் താര കഴിഞ്ഞോ? ആ ആ ചേച്ചി വരുമോ? ആരും കാണണ്ട. നിങ്ങളുടെ സെലക്ഷൻ ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ലടാ, ദേ ഇനിയും നന്ദുവിനും പാലയ്ക്കും കൂടെ എടുക്കാനുണ്ട്. ഞങ്ങള് പിന്നെയാണെങ്കിലും എടുത്തോളാം. എന്നത്തെ എന്തിനാ മാറ്റി വെക്കുന്നത്? ഇപ്പൊ സമയമുണ്ടല്ലോ. എന്ത് ചേച്ചി, ഞാൻ ഇറങ്ങുവാണേ. ഇനി എൻഗേജ്മെന്റിന് കാണാം. നന്ദ, ശ്രീ, മാഡം വാ പോകാം. ആ വാ, വേഗം പോകാം. ഇറങ്ങാം. നന്ദു വാ.